My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 189ാമത്തെ എപ്പിസോഡിൽ അലൂമൻ എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. നമ്മൾ 2-ാം ഭാഗത്തിന് ശേഷം ഒരാഴ്ച ഒരു കാലതാമസം ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിം കോർബറ്റിൻ്റെ ഒരു ജീവചരിത്രം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ കുമയൂൺ ഗഡ്വാൾ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും നിറഭോജി കടുവകളുടെ വേട്ടയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്രയായിരുന്നു. ഈ യാത്രയുടെ ഇടയ്ക്ക് ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി. എനിക്ക് ഗൈഡായിട്ട് വന്നത് ജിം കോർബറ്റിൻ്റെ കൂടാരം ചുമട്ടുകാരിൽ ഒരാളായിരുന്നൊരു നേപ്പാളിയുടെ മകളുടെ മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ബോട്ടണി പഠിച്ചിട്ടുള്ള ആളാണ്. ഒരു ദിവസത്തെ യാത്ര എന്നോടൊപ്പം ഉണ്ടായിരുന്നു. യാത്രയിൽ സന്ദർഭവശാൽ ഞാൻ ഹോമിയോപ്പതിയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയാം. ഞാൻ നൈനിറ്റാളിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടറെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. ചില മരുന്നുകളെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ എന്നെ ഈ പോകുന്ന വഴിയിൽ 2 സസ്യങ്ങൾ എന്നെ കാണിച്ചു തന്നു. ഒന്ന് അർട്ടിക്ക യുറേന, എനിക്ക് അധികം പരിചയമില്ലാത്തൊരു ഔഷധമാണ്. മറ്റൊന്ന് റോഡോഡെൻഡ്രോൺ. അതിൽ ഈ അർട്ടിക്കയെക്കുറിച്ച് അദ്ദേഹം അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നൊരു വിശദീകരണം, ഇത് മലമുകളിൽ, താഴ്വരയിലല്ല, മലമുകളിൽ മുസൂറി, നൈനിറ്റാൾ അങ്ങനെ ഉയർന്ന ഭാഗങ്ങളിൽ അവിടെ മഞ്ഞുകാലത്ത് സബ്സീറോ ടെമ്പറേച്ചറിലേക്ക് പോകും. നമ്മളിപ്പോൾ യൂറോപ്യൻ ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന പോലത്തെ സാഹചര്യം വരും. ആ സമയത്ത് ശരീരത്തിൻ്റെ താപനില നിലനിർത്താൻ മാംസാഹാരം കഴിക്കുന്നവർക്ക് ചിക്കനോ മറ്റോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീര താപനില ഉയർത്താൻ കുറേയൊക്കെ സാധിക്കും. സസ്യാഹാരികൾക്ക് അത് വലിയ പ്രയാസമാണ്. അപ്പം അങ്ങനെ സസ്യാഹാരികളായിട്ടുള്ള അവിടുത്തെ ഈ ഉത്തരാഖണ്ഡിലെ ഉയർന്ന മേഖലയിലുള്ളവർ ഹിമാലയത്തിൻ്റെ ഫുഡ് ഹിൽസാണ്. അപ്പർ ഹിമാലയയിലുള്ളവരും ചെയ്യുന്ന ഒരു കാര്യം, ഈ അർട്ടിക്ക എന്നുള്ള ആ ഒരു ചെടി, ആ ചെടി വാസ്തവത്തിൽ വലിയ ചൊറിച്ചിലുണ്ടാക്കുന്നൊരു ചെടിയാണ്. നമ്മുടെ ഇവിടുത്തെ കൊടുത്തുവ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചൊറിച്ചിലുണ്ടാക്കുന്ന ചെടികളാണ്. അത് റിപ്പൾസീവ്, ആ പേര് അതിൻ്റെ അടുത്ത് നാട്ടിലെ പേരിനോട് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ആ പേരിൻ്റെ അർത്ഥം തന്നെ റിപ്പൾസീവ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ അവിടുത്തെ വേനൽക്കാലമാണ്, എങ്കിലും 16 ഡിഗ്രി 17 ഡിഗ്രിയൊക്കെയാണ് അവിടുത്തെ നൈറ്റ് ടെമ്പറേച്ചർ. ആ ഒരു സമയത്ത് പോലും അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ചൊറിച്ചിലിൻ്റെ അതിൻ്റെ ഹീറ്റിൻ്റെ, അതിൻ്റെ ഒരു ലേറ്റൻ്റായിട്ട് കിടക്കുന്ന അതിൻ്റെ ഒരു താപ സ്വഭാവം കൊണ്ട് റിപ്പൾസീവായിട്ട് നമുക്ക് തോന്നും. പക്ഷെ മഞ്ഞുകാലത്ത് ഇത് ശേഖരിച്ച്, ഇതിൻ്റെ ഇലകൾ ശേഖരിച്ച്, പൂക്കളും കായ്കളും ഒക്കെ ശേഖരിച്ച് പാചകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ താപനില ഉയരുകയും ഈ അന്തരീക്ഷ താപനിലയിലെ താഴ്ചയോട് പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അർട്ടിക്ക. പിന്നെ മറ്റൊന്ന് റോഡോഡെൻഡ്രോൺ. അതൊരു ഒരു ഇടത്തരം ഉയരമുള്ള മരമാണ്. നല്ല ചുവന്ന നിറത്തിലുള്ള എൻ്റെ പെറ്റൽസ് ഇങ്ങനെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാനിത് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഒരു ഹോമിയോപ്പതിയിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം സാന്ദർഭികവശാൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ 3-ാം ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ അലൂമിൻ്റെ വളരെ സവിശേഷമായ ചില ലക്ഷണങ്ങൾ ഹൃദയ സംബന്ധമായിട്ട് വളരെ പെക്യുലറായിട്ട് അല്ലെങ്കിൽ അസാധാരണമായിട്ട് മറ്റ് ചികിത്സാ രീതികളിലൊക്കെ വിശദീകരിക്കാൻ പ്രയാസമുള്ള അസാധാരണത്വമുള്ള ചില ലക്ഷണങ്ങൾ ഹോമിയോപ്പതിയിൽ നമുക്ക് ഈ അലൂമിനിയം പോലുള്ള ഔഷധങ്ങൾ കൊണ്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഒരു പൂറ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത്. വെർട്ടിഗോ ലൈയിങ് ഓൺ ഹിസ് ബാക്ക് വിത്ത് വീക്ക്നെസ് ഇൻ പിറ്റ് ഓഫ് സ്റ്റൊമക്ക്, അമീലറേഷൻ ഓപ്പണിംഗ് ഐസ്, അമീലറേഷൻ ടേണിംഗ് ഓൺ റൈറ്റ് സൈഡ്. അപ്പോൾ മലർന്ന് കിടക്കുന്നതുകൊണ്ട്, പിൻഭാഗം കൊള്ളിച്ച് കിടക്കുന്നത് കൊണ്ട് വെർട്ടിഗോ. ഇതും ഒരു തരം അസാധാരണത്വം. വളരെ
അസാധാരണത്വത്തിനൊക്കെ ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ അയൽവക്കത്ത് ഒരു രോഗിണി, അവർക്ക് ഈ പ്രശ്നമുണ്ട്. അവർക്ക് മറന്നു കിടക്കുമ്പോഴാണ് അതിനുള്ള ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കി എന്തോരം പ്രയാസം അനുഭവിക്കുന്നതെന്ന് അറിയാവൂ. അവർക്കിപ്പോഴും ശരിയായൊരു ചികിത്സ അവർക്ക് ലഭിച്ചിട്ടില്ല, പല കാരണങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പല ഔഷധങ്ങളും കവർ ചെയ്യും. അലൂമിനിയം അതുകൊണ്ട് ഇതിൻ്റെ അമീലേഷൻ എന്താ, കണ്ണ് തുറക്കുമ്പോൾ കണ്ണടച്ചിടപ്പോൾ കൂടും, കണ്ണ് തുറക്കുമ്പോൾ ശപിക്കും, വലതുവശത്തേക്ക് തിരിയുമ്പോൾ കുറയും. ഇത്തരം തലകറക്കം പ്രശ്നം എനിക്കുള്ളതാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഓൺസെറ്റ് തന്നെ പെട്ടെന്ന് വലതുവശത്തേക്ക് തിരിയുമ്പോഴാണ്. എനിക്ക് വന്നിട്ടുള്ളപ്പോഴൊക്കെ പെട്ടെന്ന് അറിയാതെ വലതുവശത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞു പോയാൽ കിടന്നുകൊണ്ട് തിരിഞ്ഞു പോയാൽ എനിക്കുണ്ടാവും. പക്ഷേ അലൂമിനിൽ അതുകൊണ്ട് അമീലറേഷൻ. അപ്പോൾ അതാണ് ആ പെക്യുലിയാരിറ്റി, അതിൻ്റെ മൊഡാലിറ്റി. അപ്പോൾ മരുന്നുകൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ സ്ട്രോങ് ജനറൽസ് ആയിരിക്കുക, അതിൻ്റെ നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് വെരി ക്ലിയർ മൊഡാലിറ്റീസ്. ഇങ്ങനെയുള്ള അസാധാരണവും പെക്യുലറുമായിട്ടുള്ള മൊഡാലിറ്റീസ് നമുക്ക് കിട്ടിയാൽ നിങ്ങളുടെ ചികിത്സ വിജയിക്കും. ദ പാൽപിറ്റേഷൻ ഈസ് ബ്രോട്ട് ഓൺ ഫ്രം ലൈയിങ് ഓൺ ദ റൈറ്റ് സൈഡ്. ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുക. പാൽപിറ്റേഷൻ തുടങ്ങുന്നത്, നെഞ്ചിൻ്റെ ഇടിപ്പ് ആരംഭിക്കുന്നത് വലതുവശം ചേർന്ന് കിടക്കുമ്പോഴാണ്. സാധാരണ ഹൃദയ സംബന്ധമായ രോഗാവസ്ഥകൾ പൊതുവേ, ഞാൻ ഇക്കാര്യം എൻ്റെ പരിചയത്തിലുള്ളൊരു കാർഡിയോളജി പ്രൊഫസറോട് ചോദിച്ച് കഴിഞ്ഞ ആഴ്ചയാണത് ക്ലിയർ ചെയ്താണത്. ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഇടതുവശം ചേർന്ന് കിടക്കുമ്പോഴാണ് വർദ്ധനവ്. പക്ഷേ അലൂമിൻ്റെ കാര്യത്തിൽ വലതുവശം ചേർന്ന് കിടക്കുമ്പോഴാണ് ഈ പാൽപിറ്റേഷൻ വർദ്ധിക്കുന്നത്. അത് അവർക്ക് വിശദീകരിക്കാൻ പ്രയാസമുള്ള ചില അനോമലി എന്ന് പറയില്ലേ, അനോമലസ് ഫങ്ഷൻസ്, അതാണ്. ഹോമിയോപ്പതിയിൽ നമ്മളതിൻ്റെ ഫങ്ഷണൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള സിംറ്റം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിംറ്റം മൊഡാലിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഔഷധം കണ്ടെത്താൻ പ്രയാസമില്ല. ഇറ്റ് വുഡ് സ്ട്രൈക്ക് എനിവൺ ആസ് സംതിങ് വെരി സിംഗുലർ. വളരെ സിംഗുലറാണ്, വളരെ ഒറ്റപ്പെട്ടൊരു സംഭവമാണ്. ബിക്കോസ് പാൽപിറ്റേഷൻ ഇസ് ജനറലി വേർഡ്സ് ലൈങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. പൊതുവെ പാൽപിറ്റേഷൻ വർദ്ധിക്കുന്നത് ഇടതുവശത്ത് ചേർന്ന് കിടക്കുമ്പോൾ. അത് കെൻഡ് പറയുന്നത് 1.5 നൂറ്റാണ്ട് കൊണ്ട് പറഞ്ഞത് ഞാനൊന്ന് വെരിഫൈ ചെയ്തു. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ളൊരു കാർഡിയോളജി പ്രൊഫസറുണ്ട്, ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലുള്ളതാണ്. അദ്ദേഹം അത് ശരിയാവുന്നത് പറഞ്ഞൊരു കാര്യമാണ്. എ ഹാർട്ട് ദാറ്റ് ഈസ് ഫ്ലട്ടറിങ് enlarged or disordered is generally worse while lying on left, as the heart has less room then. But it is strange, rare and unique when these symptoms are worse lying on the right side. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് പറയുന്നതാണ്. ഇടതുവശം ചേർന്ന് കിടക്കുമ്പോൾ ഈ ഒരു ഹൃദയത്തിന് ഇടിക്കാനോ മറ്റോ ഒക്കെ ആവശ്യത്തിന് സ്പേസ് ഉണ്ടാവില്ല. കാരണം ഇടതുവശം ഒന്ന് ഞെങ്ങുമ്പോൾ ആ ക്യാവിറ്റി ഒന്ന് ചുരുങ്ങുമ്പോൾ ഹൃദയത്തിൻ്റെ ഫങ്ഷനെ അത് ബാധിക്കാം. പക്ഷേ വലതുവശത്താകുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ ഇടയില്ലല്ലോ. പക്ഷേ ഈ ഒരു സിംഗുലറായിട്ടുള്ള ആ ഒരു സംഭവം പല പേഷ്യൻസിലുണ്ടാകും. അപ്പോൾ അലൂമിൻ പോലുള്ള അത്തരം മൊഡാലിറ്റി കാണിക്കുന്ന ഔഷധങ്ങളിലൊന്ന് കൃത്യമായ രീതിയിൽ സിംറ്റം ടോട്ടാലിറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. ഇൻക്യൂറബിൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ക്യൂർ എന്ന് പറയുന്ന അത്തരം കേസുകളെ സുഖപ്പെടുത്തുന്നതിലാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ മഹത്വവും ഖ്യാതിയും നാട്ടിൽ പരക്കുന്നത്. ആ ഒരു സാഹചര്യങ്ങൾ പരമാവധി വിനിയോഗിക്കാൻ നിങ്ങളേവരും നിങ്ങളുടെ ഭാവി പ്രാക്ടീസിൽ ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. When this condition is present in a patient, it is necessary to find a remedy having just exactly that symptom, and very often it will be seen that the rest of the symptoms of the case fit into the remedy that has produced this peculiar case. മറ്റൊരു സൂചനയാണ്, ഇത്തരം വളരെ റയറായിട്ടുള്ള, വളരെ സിംഗുലറായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഔഷധം കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് സിംറ്റംസും അതിനോട് യോജിച്ച് വരും. പേഷ്യൻ്റ് മറ്റ് സിംറ്റംസ് അതിനോട് യോജിച്ച് വരും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഹോമിയോപ്പതിയിൽ വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ വന്നു ചേരുന്ന അസാധാരണമായ വളരെ അനുകൂലമായ ഒരു സന്ദർഭമാണ്. കെൻഡ് പലപ്പോഴും വിമർശിക്കുന്ന, ന്യായമായി തന്നെ വിമർശിക്കുന്ന കീനോട്ട് പ്രിസ്ക്രിപ്ഷനിൽ വിജയം തരുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഒന്നാണിത്. There is one more feature that you must add to these things. That is slowness and sluggishness of the muscles throughout the body. ശരീരത്തിന് മൊത്തത്തിലുള്ള പേശികളിൽ ഒരു തണുപ്പമട്ട്, ഒരു അലസമട്ട്.
a slowing down of all the muscles, a sense of weakness in the arms and legs. ഇത് കൈകാലുകളിലെ ഒരു ക്ഷീണാവസ്ഥയായിട്ട് അത് അനുഭവിക്കും. മൊത്തം പേശികളുണ്ട്, പക്ഷെ ഇവിടെ എൻ്റെ അടുത്ത് പറയുന്നത് കൈകളും കാലുകളുമാണ്. ഇൻ ദ കോൺസ്റ്റിപ്പേഷൻ there may be some urging to stool without result. ഫലമില്ലാതെ ചില അർജിങ് ഉണ്ടാകാം. നിഷ്ഫലമായ ചില മലശോധനയ്ക്കുള്ള ചില അർജിങ്സ് ഉണ്ടാകാം. ഹി മേ ഗോ സെവറൽ ഡേയ്സ് വിത്തൗട്ട് ഡിസയർ. എങ്കിലും നിരവധി ദിവസങ്ങൾ മലശോധന വേണം എന്നുള്ളൊരു ആഗ്രഹമില്ലാതെ ഈ അലുമിൻ രോഗിക്ക് കടന്നു പോകാം. ഇത് കേൾക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഇത്തരം അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് വളരെ അസാധാരണവും അസംഭാവ്യമാക്കിയായിട്ട് തോന്നാം. പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്കിത് മറ്റുള്ളവരുടെ അനുഭവങ്ങളോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലക്ഷണം വരുന്നതുകൊണ്ട് തന്നെ അലൂമിനെ ഞാൻ സാമാന്യ വിശദമായൊരു പഠനത്തിന് മുൻപ് വിധേയമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ കേസ് അലൂമിനല്ല. ദർ ഈസ് നോ എബിലിറ്റി ടു എക്സ്പെൽ ദ സ്റ്റൂൾ. ഈ സ്റ്റൂളിനെ എക്സ്പെൽ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ആളുകളൊക്കെ ഉപദേശിക്കും, വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പച്ചക്കറികൾ കഴിക്കുക, ഫൈബ്രസ് ഫുഡ് കഴിക്കുക, വെജിറ്റബിൾ ഫുഡ്സ് കഴിക്കുക, പഴങ്ങൾ കഴിക്കുക, രാത്രി കിടക്കുന്നതിന് പഴങ്ങൾ കഴിക്കുക, രാവിലെ വെള്ളം കുടിക്കുക. ഈ ഉപദേശിക്കുന്നവർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ചെയ്തിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. കാരണം മസിൽസിൻ്റെ ഇനാക്ടിവിറ്റി എന്ന് പറയുന്നത് വയറുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. അത് തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നൽസാണ് അവിടെ പ്രധാനം. ബാബുചേട്ടനാണ് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉൾക്കാഴ്ച തന്നത്. അപ്പോൾ രോഗികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ അനുഭവം, അവരുടെ അനുഭവങ്ങളെ വാസ്തവം മനസ്സിലാക്കാതെ അവരുടെ അനുഭവത്തെ നിഷേധിച്ചുകൊണ്ട് ഉപദേശങ്ങൾ കൊടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് ഡോക്ടറുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും. എനിക്ക് ഹോമിയോപാസിൽ നിന്ന് തന്നെ ഇത്ര ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു? മെറ്റീരിയൽ മേടിക്കുക, അവർക്കൊരു ഉൾക്കാഴ്ച ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ നിങ്ങളൊന്നും അങ്ങനെ ഉപദേശിക്കരുത്. പല പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. വ്യക്തമായിട്ട് മനസ്സിലാക്കി സിംപ്റ്റം ടോട്ടാലിറ്റിയിലൂടെ, മൊഡാലിറ്റീസിലൂടെ അത് മനസ്സിലാക്കി ഉചിതമായ ഔഷധം കൊടുക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ നിരവധി ഹോമിയോപ്പതി ഡോക്ടർമാരുടെ പരാജയം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരം പരാജയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് ഊന്നി പറയുന്നത്. നിങ്ങൾക്കത് വിരസത തോന്നിയാലും ഇല്ലെങ്കിലും സദയം ക്ഷമിക്കുക. ഹി വിൽ സ്ട്രെയിൻ എ ലോങ് ടൈം വിത്ത് നോ സക്സസ്. ഒരു വിജയമില്ലാതെ ദീർഘനേരം ശ്രമിക്കും. ആൻഡ് ഫൈനലി ആഫ്റ്റർ മെനി ഡേയ്സ് ദ സ്റ്റൂൾ ഈസ് പാസ്ഡ് ആൻഡ് ഈസ് ആൻ അഗ്ലോമറേഷൻ ഓഫ് ഹാർഡ് ബാൾസ്. നിരവധി വർഷങ്ങൾക്ക് ശേഷം കട്ടിയുള്ള ഗോളങ്ങളുടെ ഒരു കൂട്ടമായിട്ട്, ഇപ്പോൾ ആട്ടിൻകാട്ടം എന്ന് പറയില്ലേ, ആട് എക്സ്പെൽ ചെയ്യുന്ന പോലെയൊക്കെ വരും. ലാർജ് മാസസ് ഓഫ് ലിറ്റിൽ ഹാർഡ് ബോൾസ് ലൈക്ക് മാർബിൾസ്. ഗോലികൾ പോലെ, കട്ടിയുള്ള ഗോലികൾ പോലെ, ഓൾ ഫാസൺ ടുഗദർ, എല്ലാം കൂടി കട്ടിയ ഒറ്റ ഗോലിയല്ല, നിരവധി ഗോലികൾ ഒരുമിച്ച് ചേർന്നതുപോലെ അത്രമാത്രം വേദനാജനകവും പ്രയാസം ഉണ്ടാക്കുന്നതാണെന്നറിയാമോ? ദിസ് ഇസ് എ വെരി സ്ട്രോങ് ഫീച്ചർ ഇൻ ആൻ അലൂമിൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു അലൂമിൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ ശക്തമായൊരു ജനറലാണ്, വളരെ ശക്തമായ ജനറൽ. ഒരു കൊട്ടേഷനിൽ പറഞ്ഞിരിക്കുകയാണ്, സ്റ്റൂൾ ലെസ് ഫ്രീക്വൻറ്റ്, drier and harder, large black, hard or small pieces like sheep's dung, no relief afterwards. ഒരു റിലീഫും ഇല്ല. ഇത് പുറത്തു പോയ ശേഷവും റിലീഫില്ല, പ്രയാസം. ആഫ്റ്റർ സ്റ്റൂൾ ദർ ഇസ് എ സെൻസേഷൻ ആസ് ഇഫ് ദ റക്ടം വേർ യെറ്റ് ഫുൾ. ഇത് പോയ ശേഷവും ഈ റക്ടം നിറഞ്ഞിരിക്കുക എന്നുള്ളൊരു തോന്നൽ, സെൻസേഷനാണ്. This peculiar feature comes with the weakness of paralysis of the rectum. അതായത് ഈ റക്തത്തിലെ നെർവ്സിൻ്റെ ഒരു ഡാമേജോ വീക്ക്നെസ്സോ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ ഒരു ഉൾക്കാഴ്ച വെച്ചാണ് ബാബുചേട്ടൻ എന്നോട് പറഞ്ഞത്. ബാബുചേട്ടനാണ് പറഞ്ഞത് ഇത് വായിച്ചു നോക്കാൻ. പാരസിസ്, നെർവിൻ്റെ ഒരു ഡാമേജ്, വീക്ക്നെസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ദ റക്ടം ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു എക്സ്പെൽ ഓൾ ഇറ്റ്സ് കണ്ടൻസ്. അതിൻ്റെ അത് ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും, എല്ലാ പദാർത്ഥങ്ങളെയും, മലത്തിൻ്റെ എല്ലാ അംശത്തെയും എക്സ്പെൽ ചെയ്യാൻ, പുറന്തള്ളാൻ രക്തത്തിന് കഴിവില്ല. ഇനാക്ടിവിറ്റി, വീക്ക്നെസ്, സം സോർട്ട് ഓഫ് ഡാമേജ് മൈറ്റ് ഹാവ് ഹാപ്പൻഡ്, ആൻഡ് ഹെൻസ് ദ സെൻസേഷൻ ഓഫ്
അൺഫിനിഷ്ഡ് സ്റ്റൂൾ. അതുകൊണ്ട് ഈ സ്റ്റൂള് പോയി തീർന്നില്ല എന്നുള്ള തോന്നൽ. ഇൻ ദ റെക്ടം ദർ ഈസ് അൾസറേഷൻ വിത്ത് ബ്ലീഡിങ് ഫ്രം ദ അൾസേഴ്സ്. രക്തത്തിൻ്റെ ഉള്ളിൽ അൾസറേഷൻ്റെ തോന്നലുണ്ട്, ഇതിന് ബ്ലീഡിങ്ങും ഉണ്ട്. നമ്മൾ അർഷസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്കുള്ള പോക്കാണ്. ദ ഹെമറോയിഡ്സ് അൾസറേറ്റ് ആൻഡ് ദേ ആർ വെരി പെയിൻഫുൾ, സോ ദാറ്റ് ആഫ്റ്റർ എവറി സ്റ്റൂൾ ഹി ഹാസ് പ്രൊലോങ്ഡ് സഫറിങ് എ ഡൾ ഏക്കിംഗ് പെയിൻ ഇൻ ദ റെക്ടം. അപ്പോൾ സ്റ്റൂളിന് ശേഷവും നീണ്ടു നിൽക്കുന്ന പ്രയാസങ്ങൾ, നീണ്ടു നിൽക്കുന്ന സഹനങ്ങൾ. സഫറിങ് എന്ന് പറഞ്ഞാൽ വേദന, പ്രയാസം, സഹനമാണ്. ഒരു മനുഷ്യൻ്റെ സഹനമാണ് സഫറിങ്. പ്രൊലോങ്ഡ് സഫറിങ്, എ ഡൾ ഏക്കിംഗ് പെയിൻ ഇൻ ദ റെക്ടം. ഡൾ പെയിൻ, ഏക്കിംഗ് പെയിൻ. കാറ്റാറൽ കണ്ടീഷൻസ് പ്രിവെയിൽ ത്രൂ ഔട്ട് ദ റെമഡി. ഈ മരുന്നിൽ ഉടനീളം കാറ്റാറൽ കണ്ടീഷൻസ് ഉണ്ട്. അത് ഇറ്റാലിക്സാണ് പറഞ്ഞത് കാറ്റാറൽ കണ്ടീഷൻസ്. ഇൻ ഓൾഡ് സ്ക്രോഫുലസ് സോറിക് പേഷ്യൻസ് who are subject to chronic yellow bland discharge from the eyes with enlarged veins, chronic yellow discharge from the vagina and from the urethra in the male, chronic painless gonorrhea. കാറ്ററൽ കണ്ടീഷൻ്റെ ഒരു മൊഡാലിറ്റി പറയുന്നതാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി ഓൾഡ് സ്ക്രോഫുലസ് ട്യൂബർക്കുലർ കണ്ടീഷനായി പറയുന്നത് സോറിക് പേഷ്യൻറ്റിൽ ആൻഡ് ആർ സബ്ജക്ട് ടു ക്രോണിക് യെല്ലോ ബ്ലാൻഡ് ഡിസ്ചാർജ് ഫ്രം ഐസ്. കണ്ണിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള ബ്ലാൻഡ് ഡിസ്ചാർജ്, വെയിൻസ് എൻലാർജ്ഡ്, ക്രോണിക് യെല്ലോ ഡിസ്ചാർജ് ഫ്രം എവിടുന്ന? സ്ത്രീകളിൽ വജൈനിൽ നിന്നും പുരുഷന്മാരിൽ യുറേത്രയിൽ നിന്നും യെല്ലോ ക്രോണിക് ഡിസ്ചാർജ്, ക്രോണിക് പെയിൻലെസ് ഗൊണേറിയ. അപ്പോൾ ഗൊണേറിയൽ കണ്ടീഷന്, സോറിക് കണ്ടീഷൻ ഒക്കെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദ കാറ്റാറൽ ഡിസ്ചാർജസ് ദർ ഇസ് എ ടെൻഡൻസി ടു അൾസറേഷൻ. കാറ്റാറൽ കണ്ടീഷന് കൂടെ അൾസറേഷന്, വ്രണങ്ങൾ ഉണ്ടാകാനുള്ള പ്രവണതയുണ്ട്. സോ ദാറ്റ് ഇറ്റ് ആഫ്റ്റേഴ്സ് പാച്ചസ് ഇൻ വജൈന ആൻഡ് ഓൺ ദ സെർവിക്സ് ഓഫ് ദ യൂട്രസ്. ഉണ്ടോ? വജൈനയിൽ, ഗർഭാശയ മുഖത്തൊക്കെ അൾസറേറ്റീവ് പാച്ചസ്, കൊച്ചു കൊച്ചു പാച്ചസ് തൊണ്ടയിലും വായിലൊക്കെ ഉണ്ടാകുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ വരുന്നത്. ഇവിടെ വജൈനയിൽ, സെർവിക്സിലൊക്കെ ഉണ്ട്. പിന്നെ പേഷ്യൻ്റ് ഈ സഫറിംഗ് എന്ന് പറഞ്ഞാൽ ക്രോണിക് ഗൊണേറിയ. ഇൻസ്റ്റെഡ് ഓഫ് ദ ഡിസ്ചാർജ് ബിക്കമിങ് വൈറ്റ് ആസ് എ ഗ്ലീറ്റ് ഇറ്റ് റിമെയിൻസ് യെല്ലോ. ഒരു ക്രോണിക് ഗൊണേറിയയിൽ ഒരു വെളുത്ത നിറത്തിലുള്ള വാട്ടറി ഡിസ്ചാർജായി പരിണമിക്കുന്നതിന് പകരം മഞ്ഞ ഡിസ്ചാർജായി തന്നെ അത് നിലനിൽക്കുന്നു. ആൻഡ് ദർ ആർ ലിറ്റിൽ ഇൻഡറേഷൻസ് അലോങ് ദ യുറേത്ര. അതിനോടൊപ്പം യുറേത്രയിൽ കൊച്ചു കൊച്ചു കല്ലിപ്പുകൾ യുറേത്രയുടെ ഭാഗത്തുണ്ടാകുന്നു. വിച്ച് ദ പേഷ്യൻ്റ് വിൽ കോൾ ദ ഫിസീഷ്യൻസ് അറ്റൻഷൻ ആസ് ടു ലംസ്. ഡോക്ടറോട് ഈ രോഗി പറയുന്നത് ലംസ്, മുളകൾ എന്നായിരിക്കും പറയുന്നത്. ചെറിയ ഇൻഡറേഷൻസ് ആണ് അവ. അപ്പോൾ അലൂമിൻ്റെ സവിശേഷമായിട്ടുള്ള ഗൊണേറിയൽ കണ്ടീഷനാണത്. ഡിസ്ചാർജ് വിത്ത് ലിറ്റിൽ ബഞ്ചസ് അലോങ് ദ യുറേത്ര. യുറേത്രയുടെ പാതയിൽ കൊച്ചു കൊച്ചു കുലകൾ പോലെ, ബഞ്ചസ് പോലെ ഉണ്ടായിട്ട് ഡിസ്ചാർജിനൊപ്പം കൊച്ചു കൊച്ചു ബഞ്ചസ്, ചെറിയ കൊലകൾ പോലെ ഉണ്ടാകുന്നു. ദീസ് ആർ ലിറ്റിൽ അൾസേഴ്സ്. കൊച്ചു കൊച്ചു അൾസേഴ്സ് ആണിതാ. ആൻഡ് ബിനീത് ദ അൾസേഴ്സ് ആർ ഇൻഡറേഷൻസ്. ഈ അൾസറേഷന് താഴെ കല്ലിപ്പുകളുണ്ട്. അതിൻ്റെ ബേസ് ഉണ്ട്, അതിൻ്റെ മേലാണ് അൾസറേഷൻ വരുന്നത്. വെൻ ദിസ് സ്റ്റേറ്റ് ഈസ് പ്രസന്റ് യു ഹാവ് ആൻ അലൂമിൻ ഗൊണേറിയ. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ഒരു അലൂമിൻ്റെ ടിപ്പിക്കൽ ഗൊണേറിയ നിങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇൻ എ ലിറ്റിൽ വൈൽ ദ പേഷ്യൻ്റ് വിൽ ഹാവ് 2 or 3 സ്ട്രിക്ചേഴ്സ് അൺലെസ് ഹി ഗെറ്റ്സ് ദിസ് റെമഡി. ഈ ഔഷധം കിട്ടിയില്ലെങ്കിൽ, അലൂമിൻ കിട്ടിയില്ലെങ്കിൽ, ഈ രോഗിയിൽ 1 or 2 സ്ട്രിക്ചേഴ്സ്, യുറേത്രയിൽ, വജൈനയിൽ തടസ്സങ്ങൾ, 2 or 3 തടസ്സങ്ങൾ ഉണ്ടാകാം ഈ ഔഷധം കിട്ടിയില്ലെങ്കിൽ. ബിക്കോസ് ദീസ് ലിറ്റിൽ അൾസേഴ്സ് വിൽ ഈച്ച് എൻഡ് ഇൻ സ്ട്രിക്ചേഴ്സ് നാരോയിങ് ദ കനാൽ. എന്തുകൊണ്ടെന്നാൽ ഈ ചെറിയ അൾസേഴ്സ്, ഈ ഓരോ അൾസറും ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ അവസാനത്തിൽ ഒരു തടസ്സമായിട്ട് വന്നിട്ട് ഈ കനാലിനെ, യൂറിനൽ കനാലിനെ ചെറുതാക്കും, നാരോയാക്കും. അനദർ സ്ട്രേഞ്ച് ഫീച്ചർ ഇൻ ദ കാറ്ററൽ സ്റ്റേറ്റ്സ് ആൻഡ് ഇൻ ദ അൾസേഴ്സ് ഈസ് എ ടെൻഡൻസി ടു അഫക്ട് ദ വെസൽസ്. അപ്പോൾ ഈ കാറ്ററൽ കണ്ടീഷനിലും അൾസറേഷനിലുള്ള മറ്റൊരു ഫീച്ചർ, അലൂമിൻ ഫീച്ചർ എന്ന് വെച്ചാൽ ഈ വെസൽസിനെ അഫക്റ്റ് ചെയ്യുക,
വെസൽസിനെ അഫക്റ്റ് ചെയ്യുക, പിന്നെ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക. ദ വെയിൻസ് ബിക്കം വെരിക്കോസ് ആൻഡ് ബ്ലീഡ്. വെയിൻസിൽ, ബ്ലഡ് വെസൽസിൽ വെരിക്കോസ് കണ്ടീഷൻ ഉണ്ടാകുന്നു, അതിന് ബ്ലീഡിങ് ഉണ്ടാകുന്നു. സോ ദാറ്റ് ദർ മേ ബി ബ്ലീഡിങ് ഫ്രം എനി ഓഫ് ദ ഇൻഫ്ലെയിംഡ് ഓർ കാറ്റാറൽ ഏരിയാസ് ആൻഡ് ബ്ലീഡിങ് ഫ്രം ദ അൾസേഴ്സ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ ഇൻഫ്ലമേഷൻ സംഭവിച്ച, കാറ്റാറൽ കണ്ടീഷൻ സംഭവിച്ച ഏത് ഏരിയയിൽ നിന്നും അൾസേഴ്സ് ഉണ്ടാകുകയും ബ്ലീഡിങ് ഉണ്ടാകുകയും ചെയ്യുന്നു. രോഗികൾ എത്രമാത്രം പ്രയാസപ്പെടുത്തുന്ന കണ്ടീഷൻസാണ് അലൂമൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് നോക്കുക. ചില കണ്ടീഷനിൽ കൃത്യമായിട്ട് അക്കീനോട്ട് പറയുന്ന പോലെ മറ്റെല്ലാ സിംറ്റംസും അതിനോട് ചേർന്ന് വരുന്ന അവസ്ഥ. ചിലതിൽ ടിപ്പിക്കലായിട്ട് ചില ഡെവലപ്മെൻറ്റ് സംഭവിച്ചിട്ട് ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ. ചിലതിൽ തികച്ചും അസാധാരണമായിട്ടുള്ള മറ്റ് ചികിത്സാശാസ്ത്രങ്ങളുടെ കാഴ്ചപ്പാടിൽ വളരെ അനോമലസ് ആയിട്ടുള്ള അവസ്ഥകൾ. ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് അലൂമിനയിൽ കണ്ടത്. ഇതുപോലെ സവിശേഷമായ നിരവധി ലക്ഷണങ്ങൾ വരുന്നുണ്ട്. രോഗശാന്തി കിട്ടാതെ പലതരം ചികിത്സകൾ ചെയ്ത് ഒരുപാട് സാമ്പത്തികവും ആരോഗ്യപരമായുള്ള സഹനങ്ങൾ, നിരവധി വേദനകൾ സഹിക്കുന്ന ആളുകളെ ഞാൻ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ പറ്റും അലൂമിന പോലുള്ള ഔഷധങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിച്ച് പ്രയോഗിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.